ഡെലിവറിയൊക്കെ ആയിട്ട് എനിക്കൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കരിയർ ഒന്നും കൂടിയും ഓക്കെ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗാൾടെക്കിലേക്ക് വരുന്നത്. ഭയങ്കര എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ വ്യത്യാസം വന്നു ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം. എൻ്റെ പേര് അനഘ. ഞാൻ ഒരുപാടൊരു ഗ്യാപ്പിന് ശേഷമാണ് MCA ചെയ്തത്. അതിനുശേഷം മൂന്നാമത്തെ ഡെലിവറിയൊക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നു. പിന്നെ കരിയർ ഒന്നും കൂടിയും ഓക്കെ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗാൾടെക്കിലേക്ക് വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു, വിളിച്ചു, അന്വേഷിച്ചു. എനിക്ക് എന്താ പറയുക, നല്ലൊരു അപ്രോച്ച് ആയിരുന്നു ഇവരുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പ്ലേസ്ഡ് ആയി. അപ്പോഴും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് വേറൊരു കോഴ്സിനാണെങ്കിൽ കൂടിയും എൻ്റെ ജോലിക്ക് ആസ്പദമായിട്ട് എനിക്ക് വേണ്ട PHP ഫുൾ സ്റ്റാക്കിലേക്ക് എന്നെ മാറാനും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടെ ടീച്ചേഴ്സും പിന്നെ ഗീത ചേച്ചി ആയാലും എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഹൈബ്രിഡ് ആയിട്ടായിരുന്നു ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ജോലി കിട്ടിയപ്പോൾ കോഴ്സ് പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് തന്നെ ഗീത ചേച്ചി ആയാലും പിന്നെ രേവതി ചേച്ചി എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. സാറിനോട് സംസാരിച്ച് എൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന്. മുന്നേ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോഡ് പോലും കറക്റ്റായിട്ട് എഴുതാറിയാത്ത എനിക്ക് ഇത്രയേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് രേവതി ചേച്ചിയുടെ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ വ്യത്യാസം വന്നു ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം. പിന്നെ ഞാനിവിടെ ജോയിൻ ചെയ്ത് ജാവാസ്ക്രിപ്റ്റൊക്കെ എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു 10K എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റഡ് സാലറി വെച്ച പല സൈറ്റുകളിലും ഞാൻ പോയിട്ട് അതൊരു 50 above ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രമാത്രം ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഗാൾടെക്കിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.